ഇന്നലെ മോള് വല്ലാണ്ട് പേടിച്ചു പോയല്ലേ? ഞാൻ നാഗക്ഷേത്രത്തിൽ പോയിരുന്നു. പ്രത്യേകം പൂജ കഴിപ്പിച്ചുകൊണ്ടെന്ന് പ്രസാദമാ. തൊട്ടു തരട്ടെ? പൂർണ്ണമായും മനസ്സ് ദൈവത്തിൽ അർപ്പിച്ചാൽ മതി, ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ പൂജാരി ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താ? ഈ കയ്യിലണിഞ്ഞിരിക്കുന്ന നാഗബന്ധനമില്ലേ, അത് ഒരു കാരണവശാലും കയ്യിൽ നിന്ന് നഷ്ടപ്പെടരുത്. അങ്ങനെ സംഭവിച്ചു പോയാല് അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കുട്ടിക്ക്? ആ ഉണ്ട്, ഞാനിത് നഷ്ടപ്പെടുത്തില്ല. വേറെന്തേലും പറഞ്ഞോ? വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ആ, മോക്കെന്താ കഴിക്കാൻ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഈ പേടി മാറാതെ എനിക്കൊന്നും കഴിക്കാനും പറ്റില്ല. പേടിയൊക്കെ മാറിക്കോളും. ഇനി അതൊക്കെ ദൈവത്തിന്റെ കൈകളില്ല. പക്ഷെ ഭക്ഷണം കഴിക്കണം. ഇവിടിപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എന്ത് കണക്കിനാ ഗാതമോളെ പട്ടിണി കിട്ടേന്ന് ചോദിച്ചാ എനിക്ക് മറുപടിയൊന്നും ഉണ്ടാവില്ല. ഇഷ്ടമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിത്തരാം. അങ്ങനെയാണെങ്കിൽ ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ കഴിച്ചോളാം. ശരി, എന്നാ ഞാൻ എനിക്കിഷ്ടമുള്ളത് ഉണ്ടാക്കാം. പെട്ടെന്ന് റെഡിയാക്കി കൊണ്ടുവരാം. ജാതകക്കാരിക്ക് അതിശക്തമായ ഒരു ദോഷം വന്ന് ഭവിച്ചിട്ടുണ്ട്. എന്താ അത്? ദോഷം ചെറുതല്ല, മരണഭയമാണ്. സ്വാമി, ഇനി ഒരിക്കലും ഗാതമോൾക്ക് മരണത്തെ പേടിക്കേണ്ടി വരില്ലെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞത് സത്യമാണ്. പക്ഷേ ദശാസന്ധിയുടെ മാറ്റങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒന്ന് വന്നു ഭവിക്കുമെന്ന് കരുതിയില്ല. മറ്റൊരു കാര്യം, ഈ ജാതകത്തിലുള്ള കുട്ടിയുടെ ദോഷം ഉഗ്രമായി വന്ന് ഭവിക്കാൻ സാധ്യതയുള്ളത് വരാൻ പോകുന്ന നാഗപഞ്ചമി ദിവസമാണ്. ഈശ്വര, കണക്കുകൾ അനുസരിച്ച് നാഗപഞ്ചമി ദിവസം അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. തിരുമേനി എന്തായി പറയുന്നേ? സർപ്പശാപം അനുഗ്രഹമായി മാറ്റിയെടുത്ത കുട്ടിയാണ്. ആ കുട്ടി തന്നെ ഈ മരണഭയത്തെയും മറികടക്കണം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും.